നമസ്കാരം. മുൻ മുഖ്യന് പ്രതിപക്ഷ കസേര അങ്ങോട്ട് വാഴുന്നില്ല മട്ടില്ല. തെരഞ്ഞെടുപ്പ് തോൽവിക്കു പിന്നാലെ കണ്ടകശനി പിണറായിക്കിട്ട് പിടിമുറുക്കിയിരിക്കുകയാണ്. മുഖ്യന്റെ കസേരയിൽ ഇരുന്ന് ചെയ്തു കൂട്ടിയപ്പോഴും ധാർഷ്ട്യം കാണിച്ചപ്പോഴും ഇത്തരം തിരിച്ചടികൾ പ്രതീക്ഷിച്ചിരുന്നില്ല. താനാണ് രാജാവ് എന്ന് വിശ്വസിച്ച് പിണറായി മറന്നുപോയ ഒരു കാര്യമുണ്ട്. ശരിക്കും രാജാവ് ജനങ്ങളാണ്. അതാണ് അധികാരം ഉപേക്ഷിക്കേണ്ടി വന്നത്. എന്തായാലും മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും പടിയിറങ്ങുകയും കേസിൽ ഹൈക്കോടതി തുടരന്വേഷണത്തിന് അനുമതി നൽകുകയും ചെയ്തതോടെയാണ് ഇ.ഡി. പിണറായി വിജയന്റെ വീട്ടിലെത്തിയത്. ഇതോടെ മാസപ്പടി കേസിൽ നല്ല ഒന്നാം തരം പണിയാണ് പിണറായിക്ക് കിട്ടിയത്. പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെയും മരുമകനും മുൻ മന്ത്രിയുമായ മുഹമ്മദ് റിയാസിന്റെയും വീടുകളിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ റെയ്ഡ് നടത്തുന്നത്. എക്സാലോജിക് CMRL ഇടപാടുമായി ബന്ധപ്പെട്ട റെയ്ഡിലാണ് പിണറായി വിജയന്റെ മകൾ വീണയെ ചോദ്യം ചെയ്തത്. പിണറായി വിജയനെയും ചോദ്യം ചെയ്യും. എന്തായാലും പിണറായി വിജയനും മകൾ വീണ വിജയനും ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഉണ്ട് എന്നാണ് സൂചന. റിയാസിന്റെ കോഴിക്കോട് കോട്ടുള്ളിയിലെ വസതിയിലാണ് റെയ്ഡ്. മകൾ വീണ വിജയനിൽ തുടങ്ങുന്ന അന്വേഷണം മുൻ മുഖ്യമന്ത്രിയിലേക്കും നീളുമെന്ന് കാര്യം വ്യക്തമാണ്. കൈക്കൂലി, കള്ളപ്പണം വെളുപ്പിക്കൽ എന്നിവ സംബന്ധിച്ച CMRLനെതിരായ ആരോപണങ്ങളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ അന്വേഷിക്കുന്നത്. പിണറായി വിജയന്റെ മകൾ വീണയുടെ ഉടമസ്ഥതയിലുള്ള IT കമ്പനിയായ എക്സാലോജിക് എന്ന സ്ഥാപനത്തിന് CMRL വൻ തുക നിയമവിരുദ്ധമായി നൽകി എന്നതാണ് പ്രധാന ആരോപണം. പിണറായി വിജയന്റെ കണ്ണൂരിലെ വീട്ടിലും തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ വാടക വീട്ടിലുമാണ് പരിശോധന നടക്കുന്നത്. ബേക്കറി ജംഗ്ഷനിലെ വീട്ടിനുള്ളിൽ പിണറായി വിജയനുണ്ട്. റിയാസിന്റെ കോട്ടുള്ളി വീട്ടിലും പരിശോധന നടക്കുന്നുണ്ട്. റിയാസിന്റെ വീട്ടിൽ, അതായത് റിയാസ് വീട്ടിലില്ല എന്നാണ് നിലവിലെ വിവരം. CMRL ഓഫീസിലും ശശിധരൻ കർത്തയുടെ വീട്ടിലും പരിശോധന നടക്കുന്നുണ്ട്. 12 ഇടങ്ങളിൽ ഒരേ സമയം പരിശോധന നടക്കുന്നതായാണ് വിവരം. ഈ പരിശോധനയ്ക്ക് ED എത്തിയതാവട്ടെ അതീവ രഹസ്യമായാണ്. CMRL എക്സാലോജിക് കേസിൽ ആരോപണ വിധേയരായ അദ്ദേഹത്തിന്റെ മകൾ വീണയും കുടുംബവും വീട്ടിലുണ്ട്. കനത്ത സുരക്ഷയിലാണ് ED ഉദ്യോഗസ്ഥർ വീടിനുള്ളിൽ പ്രവേശിച്ചിരിക്കുന്നത്. പുലർച്ചെയോടെയാണ് ED ഉദ്യോഗസ്ഥർ വീട്ടിലെത്തിയത് എന്നാണ് നിലവിലെ വിവരം. CMRL ഓഫീസ് അടക്കം ആകെ 12 ഇടത്താണ് ED പരിശോധന നടത്തുന്നത്. കേസിൽ ED അന്വേഷണം തുടരാമെന്ന ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെയാണ് നടപടി ഉണ്ടായത്. എക്സാലോജിക് CMRL ഇടപാടുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമുള്ള കേസിൽ EDയുടെ അന്വേഷണവും സമൻസുമെല്ലാം സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു. ഇതിന് പിന്നാലെയാണ് റെയ്ഡ് ഉണ്ടായത്. ബംഗളൂരു എക്സാലോജിക് ഓഫീസ്, ആലുവയിലെ CMRL ഓഫീസ്, കമ്പനിയുടെ ഉന്നത ഉദ്യോഗസ്ഥരുടെ വീടുകൾ എന്നിവ കേന്ദ്രീകരിച്ചും റെയ്ഡായി. കൈക്കൂലി, കള്ളപ്പണം വെളുപ്പിക്കൽ എന്നിവ സംബന്ധിച്ച് CMRLനെതിരായ ആരോപണങ്ങളാണ് എൻഫോഴ്സ്മെന്റ് അന്വേഷിക്കുന്നത്. പിണറായി വിജയന്റെ മകൾ വീണയുടെ ഉടമസ്ഥയിലുള്ള IT കമ്പനിയായ എക്സാലോജിക് എന്ന സ്ഥാപനത്തിൽ CMRL വൻ തുക നിയമവിരുദ്ധമായി നൽകി എന്നതാണ് പ്രധാന ആരോപണം. ഈ ആരോപണത്തിൽ എത്രത്തോളം കഴമ്പുണ്ട് എന്നതാണ് ഈ അന്വേഷണത്തിലൂടെ വ്യക്തമാകും. എന്നാലും അതായത് ഈ അന്വേഷണത്തിന് വിരുദ്ധമായി പുറത്ത് പ്രതിഷേധം പുകയുന്നുണ്ട്.